ഹലോ, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ അങ്ങനെ കാത്തിരുന്നൊരു സൺഡേ എത്തി. അപ്പോൾ റെസ്റ്റ് എടുക്കണമെന്നുമുണ്ട്, പുറത്ത് പോയി എക്സ്പ്ലോർ ചെയ്യണമെന്നുമുണ്ട്. രണ്ടിനും കൂടെ ഒരു ദിവസമല്ലേ ഉള്ളൂ. അങ്ങനെ മാക്സിമം ഉറങ്ങി, ഒരു 8 മണി വരെയൊക്കെ ഉറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ വിചാരിച്ച് ഇന്ന് ബാംഗ്ലൂരോട്ട് പോകാമെന്ന്. ഇവിടെ നിന്ന് അടുത്താണ്, 1 മണിക്കൂർ യാത്രയേ ഉള്ളൂ. സോ നമ്മൾ ഇറങ്ങി. ഇപ്പോൾ 9:30 അലിയ, ഹലോ. അയ്യോ, എനിക്ക് തോന്നുന്നു ഒരു 10:30 ആകുമ്പോഴേക്കും അവിടെ എത്തുമെന്ന്. അത് കഴിഞ്ഞ് രാമേശ്വരം കഫേ പോകണമെന്നായിരുന്നു. പോവായിരിക്കും, പോണം. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ബസ് കിട്ടി. അപ്പം മടിവാളയിലാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. അവിടെ നിന്ന് നമ്മൾ ചിലപ്പോൾ ഊബറോ എന്തെങ്കിലും എടുത്തിട്ട് നേരെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, രാമേശ്വരം കഫേയിലോട്ട് പോവാം. അതാണ് ഫസ്റ്റ് പ്ലാൻ. അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ റൂമിൽ കുറച്ച് സ്നാക്സും ബാക്കിയിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് പോണ വഴിയിൽ നമുക്കിത് കഴിച്ച് പോകാമെന്ന്. സീറ്റ് കിട്ടുമെന്നൊന്നും ഉറപ്പില്ലായിരുന്നു. സീറ്റ് കിട്ടിയാൽ കഴിച്ച് എൻജോയ് ചെയ്ത് പോകാമെന്ന്. അങ്ങനെ ഏകദേശം ഒരു 10-15 മിനിറ്റ് കൂടുതൽ നടക്കാനുണ്ടായിരുന്നു. എനിക്കൊരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ വഴിയൊന്നും ഞാൻ പെട്ടെന്ന് പഠിക്കില്ല. എനിക്കൊരു 150 പ്രാവശ്യം ഒരു വഴി കൂടെ പോയാലേ വഴി അറിയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇപ്പം എത്തുമെന്ന്. അങ്ങനെ ഒരു 10-15 മിനിറ്റിന് ശേഷം നമ്മൾ രാമേശ്വരം കഫേ എത്തി. ഭയങ്കര തിരക്കായിരുന്നു. ലൈക്ക് അവിടെയുള്ള എല്ലാ മനുഷ്യന്മാരും മെഷീൻ പോലെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ സാധനം കിട്ടി. നമ്മൾ ഗീ പൊടി ദോശയാണ് ഓർഡർ ചെയ്തത്. രണ്ടുപേരും അതാണ് ഓർഡർ ചെയ്തത്. നമ്മുടെ രണ്ടുപേരും ഫേവറേറ്റ് അതാണ്. എനിക്ക് തോന്നുന്നു മിക്കവരുടെ ഫേവറേറ്റ് അവിടെ വരുന്നത് ഗീ പൊടി ദോശ അല്ലെങ്കിൽ ഇഡലിയാണ്. പിന്നെ അതിനെക്കുറിച്ച് വേറെ പറയേണ്ട ആവശ്യമില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ആ സമയം, ഈ നടന്നുകൊണ്ടിരിക്കുന്ന സമയം തന്നെ എൻ്റെ പഴയ ഫ്രണ്ട്സിനെ എല്ലാവരെയും മിസ് ചെയ്ത്. ഞാനും ഒരിക്കലും വിചാരിച്ചതല്ല ഇവിടെ തിരിച്ച് വരും, ഇതൊക്കെ ഒന്നും കൂടെ കഴിക്കാൻ പറ്റുമെന്ന്. പക്ഷെ എനിക്ക് അവരെയും എല്ലാവരെയും മിസ് ചെയ്ത്. സോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. 12 മണി കഴിഞ്ഞ കേട്ടോ. അപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ്. എന്നിട്ട് അവിടുത്തെ തിരക്കിന് യാതൊരു കുറവുമില്ല. എന്തൊരു തിരക്കാണ് നമുക്ക്. അന്നത്തെ കാട്ടി കുറവുണ്ട്, എന്നാലും ബ്രേക്ക്ഫാസ്റ്റിനുള്ള തിരക്കാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്നാലും എല്ലാവരും പൊടി ദോശ അതൊക്കെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കണത്. പിന്നെ ഇതാ നല്ല മഴയും വരണുണ്ട്. മഴ പെയ്യാതിരുന്ന കൊള്ളാം ഈ ക്ലൈമറ്റ്. നമ്മുടെ മെയിനായിട്ടുള്ള ഇന്നത്തെ വരവിൻ്റെ പിന്നിൽ നമുക്കൊരു ഷൂസ് വാങ്ങണമെന്നായിരുന്നു. അപ്പം നമ്മൾ ട്രെൻഡ്സിൻ്റെയും അങ്ങനെ കുറേ ബ്രാൻഡിങ് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഷൂസ് നോക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് അഫോർഡബിളും ആയിരിക്കണം, അങ്ങനത്തെ ഒരു മീഡിയം റേഞ്ച് ഷൂസ് വാങ്ങാനാണ്. അങ്ങനെ കുറേ അടുത്ത് പോയി. പിന്നെ അവസാനം കറങ്ങിത്തിരിഞ്ഞ് മിനിസോയിലെത്തി. പിന്നെ അവിടെ നിന്നൊരു കുഞ്ഞ് ഡയറിയും ആലിയ സോക്സും കാര്യങ്ങളൊക്കെ വാങ്ങി. അങ്ങനെ ഇങ്ങനെ ഒരുപാട് ഷോപ്പുണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും നൈക്ക എല്ലാത്തിൻ്റെയും ഷോറൂംസ് ഉണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് ചിലതൊക്കെ കയറി, ചിലതൊന്നും കയറിയില്ല. അങ്ങനത്തെ സ്റ്റുഡിയോ എത്തി. അവിടെയും എന്തിനു പോണേന്നൊന്നും അറിഞ്ഞൂടാ. ചെരുപ്പ് നോക്കണം എന്ന് പറഞ്ഞിട്ടാണ്, ഷൂസ് നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോണത്. എന്നിട്ട് നമ്മൾ കട ഫുള്ള് അരിച്ച് പറക്കി. ഒരു സ്ലോ കൈൻഡ് ഓഫ് ഒരു ഡേ ആയിരുന്നു. ലൈക്ക് നമ്മൾ ധൃതിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എല്ലാം ഇങ്ങനെ പതുക്കെ ഓരോ ഡ്രസ്സുകൾ ട്രൈ ചെയ്ത് നോക്കി. ലൈക്ക് അങ്ങനെ നമ്മൾ ആസ്വദിച്ച് നടക്കുകയായിരുന്നു. പിന്നെ ബാറ്റയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് തീരെ പറ്റില്ല. നമ്മുടെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഒരു 2000 ആ ഒരു റേഞ്ചിലാണ് നമ്മൾ ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് കയ്യിലൊതുങ്ങുന്ന ഇതൊന്നും അല്ലായിരുന്നു. നമ്മളിതാ ബെസ്റ്റ് സൈഡിൽ വന്നിരിക്കുകയാണ്. നല്ല കളക്ഷൻസ് ഉണ്ട്, പൈസ മാത്രമേ ഇല്ലെന്നേ ഉള്ളൂ. ശമ്പളം കിട്ടിയിട്ട് വേണം ഒരു വരവ് വരാൻ. എല്ലാ മാസവും ഓരോ ഡ്രസ്സ് വാങ്ങണമെന്നാണ് എൻ്റെ ഒരു ഇത്. ഇൻഷാ അല്ലാ വാങ്ങണം. അങ്ങനെ അവിടെ എത്തിയപ്പോഴേക്കും മനസ്സിലിങ്ങനെ വിചാരിച്ച് കണ്ട ഷൂസിനെയൊക്കെ കാണാൻ തുടങ്ങി. വലിയ കളക്ഷൻസ് ഒന്നുമില്ല, എന്നാലും അത്യാവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എടുത്തത് ഇതായിരുന്നു. നമ്മുടെ സാമ്പയുടെ ഡൂപ്പാണ് സാധനം. സോ നമ്മൾ വെസ്റ്റ് സൈഡിൽ നിന്ന് ഇറങ്ങി കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് ആകെ ഞാനൊരു ഷൂസ് മേടിച്ച്. അടിപൊളി, നല്ല രസമുണ്ട്.
അറിയില്ല. കൊള്ളാം, ഞാൻ കാണിച്ചു തരാൻ വിട്ടിട്ട്. ഇനി നമ്മൾ മടിവാളയിലോട്ടുള്ള ബസ് കയറി. ഉള്ള ആംഗ്യ ഭാഷയിലാണ് സംസാരിക്കണത്. ലൈക്ക് നമുക്ക് അറിഞ്ഞൂടല്ലോ, കന്നഡ ഭാഷ അറിഞ്ഞൂടാ, ഇംഗ്ലീഷ് ഇവിടുത്തെ ലോക്കൽസിനും അറിഞ്ഞൂടാ. അങ്ങനെ എന്തൊക്കെയോ ഭാഷ സംസാരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മടിവാളയിലോട്ടുള്ള ബസ് കയറി. ഇനി മുത്തശ്ശി എന്ന് പറയുന്നൊരു കട നമ്മുടെ ഒരു സാറ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനി അവിടെ ചെന്നിട്ട് ബിരിയാണി കഴിക്കാനാണ് പ്ലാൻ. പക്ഷെ 5 മണി ആയിട്ടുണ്ട്. ബിരിയാണി ഉണ്ടാവുമോ എന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് നോക്കാം. അതിനുശേഷം കുറച്ച് നേരം പെരുവഴിയിലായിരുന്നു. ലൈക്ക് നമ്മൾ ഓട്ടോയ്ക്ക് കൈ കാണിച്ചിട്ടൊന്നും അവർ നിർത്തുന്നുണ്ടായിരുന്നില്ല. പിന്നെ നേരെ ഊബർ വിളിച്ച് അതിനും കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ മടിവാളയിലെത്തി. അവിടുത്തെ ഗ്രാനീസ് റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോകാൻ പോണത്. അവിടെ എത്തിയപ്പം ബാംഗ്ലൂരിലുള്ള ആൾക്കാരെ കാണാനായിരുന്നു ബുദ്ധിമുട്ട്. നമ്മൾ ഗ്രാനി റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ മുത്തശ്ശി റെസ്റ്റോറൻറ്റിലെത്തി. ഇതെല്ലാം മലയാളികളാണ്. ഈ ഏരിയ ഫുള്ള് ബാംഗ്ലൂർ ആൾക്കാരെ കാണാൻ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. എല്ലാവരും മലയാളികളാണ്. എല്ലാവരും മലയാളം സംസാരിക്കുന്നത്. പിന്നെ അതാ ചോറ്, വീട്ടിലെ ചോറൊക്കെ അതുപോലത്തെ ഇതൊക്കെ മീൽസ് കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മൾ അത് പറഞ്ഞില്ല, ചിക്കൻ ബിരിയാണി ഇവിടുത്തെ നല്ല ഫേമസ് ആണെന്ന് പറഞ്ഞ് അപ്പോൾ അത് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതാ മലയാളം പാട്ട് കേൾക്കണ്. മലയാളികൾ തന്നെ, എല്ലാ മലയാളികളും ഒരു സന്തോഷം. അങ്ങനെ ചിക്കൻ ബിരിയാണി എത്തി. ഭയങ്കര ഹൈപ്പ്, അത്രയും ഹൈപ്പോടെ കഴിക്കേണ്ട സാധനമൊന്നുമല്ല. നോർമൽ ഒരു ചിക്കൻ ബിരിയാണി ആയിരുന്നു കഴിച്ച് വന്നപ്പോഴേക്കും. പിന്നെ അതുപോലെ നമ്മൾ കണ്ടപ്പോഴേക്കും ക്വാണ്ടിറ്റി കുറവായിട്ട് നമുക്ക് തോന്നി. അവസാനം മനസ്സിലായി ഇത് പക്കയാണെന്ന്. എന്താണ്, അപ്പം ഒരു അടിപൊളി ദിവസമായിരുന്നു. ലൈക്ക് ഒരു സ്ലോ ഡേ ആയിരുന്നു. ഇങ്ങനെ ഭയങ്കര റഷൊന്നും ആവാതെ എല്ലാം ഇങ്ങനെ പതുക്കെ 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 എക്സ്പ്ലോർ ചെയ്ത്. എനിക്ക് ബാംഗ്ലൂരിൽ പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്നത്തെ ഒരു ദിവസമായിരുന്നു. അത്രയും നമ്മളിങ്ങനെ റഷായിട്ടില്ല. ലൈക്ക് അവിടെ പോകണം ഇവിടെ പോകണം. അന്നത്തൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഒരു ഐഡിയ ഇല്ല തിരിച്ച് ബാംഗ്ലൂർ വരും എന്നൊന്നൊരു ഐഡിയ ഇല്ലല്ലോ. അപ്പോൾ ഒരു ദിവസം കൊണ്ട് നമ്മൾ ഇന്ദിരാനഗറാണെങ്കിൽ അടുത്ത് മടിവാള, പിന്നെ അടുത്ത് അങ്ങനെയാണ് നമ്മൾ കണ്ട് തീർക്കും. ദൂരെയുള്ള സ്ഥലങ്ങളായാലും അടുത്തുള്ള സ്ഥലങ്ങളായാലും പെട്ടെന്ന് നമ്മൾ കണ്ടു തീർക്കുമായിരുന്നു. സോ ഇത് നമുക്ക് ഒരു വർഷം ഇവിടെ ഉണ്ടെന്നൊരു വിശ്വാസമാണല്ലോ. സോ നമ്മൾ പതുക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യായിരുന്നു. സോ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളി ദിവസമായിരുന്നു. അപ്പം അതൊക്കെ തന്നെ. നാളെ ബാക്ക് ടു നമ്മുടെ റൊട്ടീൻ. ലൈക്ക് ഇനി ഒരാഴ്ച ഇങ്ങനെ പോകണ്ടേ. സമയമൊന്നും അങ്ങനെ പോണില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലൈക്ക് കമ്പനിയിൽ പോകണ്ടേ. രാവിലെ എണീക്കണതാണ് പ്രശ്നം. പിന്നെ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. രാവിലെ എണീറ്റ് ആ ബസ്സിൽ കയറി അവിടെ ഇറങ്ങാൻ പോവില്ലേ, ഈ LKG പിള്ളേർ സ്കൂളിൽ പോണ പോലെയാണ്. ഇങ്ങനെ വിഷമം വരും. ഉറക്കം വരില്ല. ഉറക്കം വരില്ലെന്നല്ല, ഉറക്കം വരും. ഞാൻ ബസ്സിരുന്നേ ഉറങ്ങിയാണ് അവിടെ എത്തണം. അപ്പോൾ പിന്നെ കാണുമ്പം ഭയങ്കര വിഷമം വരും. ഇറങ്ങാറായില്ല അങ്ങനെയൊക്കെ. സാരമില്ല. അപ്പോൾ അതൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ. സോ ഇനി നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.